ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഫിസിക്സ് തന്നെയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ജനറേറ്ററിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് നമ്മൾ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ ജനറേറ്റർ റൊട്ടേറ്റ്സ് അല്ലേ. ജനറേറ്ററിൻ്റെ ആർമേച്ചർ ആ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും നമ്മൾ പഠിച്ചു. കാരണം എന്താ, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ നോർത്ത് സൗത്ത് രണ്ട് മാഗ്നറ്റ്സ് രണ്ട് സ്ഥലത്ത് ഇരിപ്പുണ്ട്. അതിൽ ആർമേച്ചർ ആ മാഗ്നറ്റിൻ്റെ ഫീൽഡിനെ കട്ട് ചെയ്യുന്നു അല്ലേ. ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു, അവിടെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറണ്ട് ഉണ്ടാക്കുന്നു. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പുറത്തേക്ക് എടുക്കുന്നത്? ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്തുവഴിയാണ്? ആ സ്ലിപ്പ് റിങ്സും അതിന് അറ്റാച്ച് ചെയ്ത് ബ്രഷും ഉണ്ട് അല്ലേ. ആ ബ്രഷും ആ സ്ലിപ്പ് റിങ്ങും വഴിയാണ് നമുക്ക് ഈ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് നമ്മൾ വേറൊരു സർക്യൂട്ടിലേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ആ സ്ലിപ്പ് റിങ്ങും ബ്രഷസും വഴിയാണ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. Is this arrangement necessary if the magnet in the generator is made to rotate? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം എന്താണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ആർമേച്ചർ ആണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ്, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷും സ്ലിപ്പ് റിങ്സും വഴിയിട്ടാണ് കറണ്ട് പുറത്തേക്ക് എത്തുന്നത്. ചില സമയത്ത് നമ്മൾ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്താലോ, ആർമേച്ചർ ഫിക്സ്ഡ് ആക്കി വെക്കുക, നമുക്ക് മാഗ്നറ്റിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ആവശ്യമുണ്ടോ ഈ സ്ലിപ്പ് റിങ്ങിൻ്റെയും ബ്രഷസിൻ്റെയും എന്താ അധികം ആവശ്യം നമുക്ക് കിട്ടില്ല അല്ല. കാരണം എന്താ, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ ഫിക്സഡ് ആണ്, ഈ മാഗ്നറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആർമേച്ചറിന് റൊട്ടേറ്റ് ചെയ്യാണ്ട് ഈ മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. എന്താണ്, since the rubbing of slip rings on brushes produce spark, it is the magnet that is made to rotate in AC generator. അപ്പോൾ എന്താണ്, ഈ സ്ലിപ്പ് റിങ് കറങ്ങാണെന്ന് പറയും. ആർമേച്ചർ കറങ്ങുമ്പോൾ നമ്മുടെ സ്ലിപ്പ് റിങ്ങും കറങ്ങും, അതിലൂടെ തന്നെ ബ്രഷസും കറങ്ങും. അപ്പോൾ ഈ കറക്കാൻ കൊണ്ട് എന്താണ്, എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ലിപ്പ് റിങ്ങും ബ്രഷസും തമ്മിൽ ഉരസി സ്പാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സ്പാർക്ക്, തീപ്പൊരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ. അതുകൊണ്ടാണ് AC ജനറേറ്ററുകളിൽ മാഗ്നറ്റ് ആണ് കറക്കുക, ആർമേച്ചർ ഫിക്സഡ് ആക്കി വെക്കും. എന്നിട്ട് ഈ മാഗ്നറ്റിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്ലിപ്പ് റിങ്ങിൻ്റെ ആ ബ്രഷിൻ്റെ ഉരച്ചിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ അതിനൊരു സ്പാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബ് ചെയ്യുമ്പോൾ രണ്ട് പേരും ഈ ആർമേച്ചറാണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ലിപ്പ് റിങ്ങും ബ്രഷും തമ്മിൽ റബ്ബ് ചെയ്യും, ഉരസിയിട്ട് അവിടെ തീപ്പൊരി സ്പാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത്, ആർമേച്ചറിനെ ഫിക്സഡ് ആക്കി വെച്ചിട്ട് മാഗ്നറ്റിനെ കറക്കാൻ നോക്കും. ഓക്കെ. അപ്പം എങ്ങനെയാണ് ആ മാഗ്നറ്റിനെ കറക്കുക? നമ്മൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. വി എംപ്ലോയ് സെവറൽ മെത്തേഡ്സ് ടു ജനറേറ്റ് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിനെ കറക്കുക. എന്തൊക്കെ എനർജി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും? ജനറേറ്റേഴ്സ് ആർ ഓപ്പറേറ്റഡ് യൂസിങ് ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ. ഓക്കെ. അപ്പോൾ ഡീസൽ, പെട്രോൾ അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതൊക്കെയാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുക, വാട്ടർ ഇൻ ഡാം. ആ ഡാമിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ കറക്കിയിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അങ്ങനത്തെ വലിയ ജനറേറ്ററിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്തിട്ട് ജനറേറ്റർ കറക്കും. ഓക്കെ. ഈ വെള്ളത്തിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അല്ല എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഈ വെള്ളം ഉപയോഗിച്ച് നമ്മളൊരു ജനറേറ്റർ കറക്കി ആ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഡാമിലെ വെള്ളത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ. നമ്മൾ സാധാരണ ചെറിയ ജനറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പെട്രോൾ ഡീസലൊക്കെ ഉപയോഗിക്കും. വലിയ വലിയ ജനറേറ്റർ, ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ജനറേറ്റർ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത്, റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ദ അതർ വേസ് ബൈ ദ മെക്കാനിക്കൽ എനർജി ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ദ വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ. വേറെ കുറേ വേസ് ഉണ്ട്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. വിൻഡ് മില്ല് കണ്ടിട്ടുണ്ട് അല്ലേ. ചിലർ വിൻഡ് വെച്ച് ആ വിൻഡ് മില്ല് ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ആ വിൻഡ് മില്ലിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ജനറേറ്റർ ചെയ്യുന്നുണ്ട്. ആ വിൻഡ് മില്ലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി എടുക്കുന്നത് അങ്ങനെയാണ്. പല പല മെക്കാനിക്കൽ വേസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പിൽ പറഞ്ഞ് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വേസ് നമുക്ക് കാണാം. എന്താണ്, it is possible to produce DC current using a generator. ഓക്കെ. നമ്മളിത് പറഞ്ഞത് AC കറണ്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ജനറേറ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തരുമെന്നാണ് പഠിച്ചത് അല്ലേ. ഈ ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് പോസിബിൾ ആണോ എന്നാണ് ചോദ്യം. എന്താണ്, പോസിബിൾ ആണ്. DC കറണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അവിടെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മോട്ടറിൻ്റെ കഴിഞ്ഞ ചാപ്റ്ററിൽ മോട്ടറിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ കാര്യം പഠിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സ്ലിപ്പ് റിങ്ങിന് പകരം നമ്മൾ സ്പ്ലിറ്റ് റിങ് ആണ്. ഓക്കെ. സ്ലിപ്പ് അല്ല, സ്പ്ലിറ്റ് റിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് റിങ് commutator is used in the generator instead of slip rings, we will get DC. അപ്പോൾ DC കിട്ടാനായിട്ട് എന്തായാലും മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ സ്ലിപ്പ് റിങ് മാറ്റിയിട്ട് സ്പ്ലിറ്റ് റിങ് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, DC കറണ്ട് കിട്ടും. നിങ്ങൾ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോർത്ത് സൗത്ത് പോളുണ്ട്. ആ ബ്രഷ് എന്താണ്, രണ്ട് സ്പ്ലിറ്റ് റിങ് ഉണ്ട്, അതാണ് അറ്റാച്ച് ചെയ്തത്. B1 എന്ന ബ്രഷ് ഒരു ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്തു, B2 എന്ന ബ്രഷ്
ഈ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ മറ്റേ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് തരും അല്ലെ. അപ്പോൾ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുക, ഈ ബ്രഷസ് അങ്ങനെ തന്നെയാണ് കറങ്ങുക അല്ലേ. ജസ്റ്റ് വരയ്ക്കാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബ്രഷ്. B1 B2 എന്ന് പറയുന്നതാണ് ബ്രഷ്. ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് റിങ് അല്ലേ. ഇതൊരു റിങ്ങിലേക്ക് കണക്ട് ചെയ്തിരുന്നു, ഇതൊരു റിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്താ സംഭവിക്കുക, താഴെ കൊടുത്തിട്ടുണ്ട് B1 എപ്പോഴും എന്തായിരിക്കും, B1 എപ്പോഴും ഈ പോർഷനായിട്ടായിരിക്കും കോണ്ടാക്ട്, B2 എപ്പോഴും ഈ പോർഷനായിരിക്കും കോണ്ടാക്ട്. അപ്പൊ തിരിഞ്ഞാലും എന്ത് സംഭവിക്കുക, ഈ സ്പ്ലിറ്റ് റിങ് അങ്ങനെ തന്നെയായിരിക്കും തിരിയുക. ഓക്കെ, സ്പ്ലിറ്റ് റിങ്ങിന്റെ മാതിരിയല്ല. ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ B1 എന്ന പോർഷന് എപ്പോഴും ഈ ഒരു റിങ് ആയിട്ട് മാത്രമേ കോണ്ടാക്ട് ഉണ്ടാവുന്നുള്ളൂ. B2 എന്ന ബ്രഷിന് ഈ ഒരു പോർഷൻ ഓഫ് റിങ്ങിന് മാത്രമേ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവുന്നുള്ളൂ. അത് എന്തോരം കറങ്ങിയാലും എന്താ സംഭവിക്കുക, ഇത് ഇങ്ങനെ തന്നെ ഫിക്സഡ് ആയിട്ടായിരിക്കുക അല്ലേ. ഈ റിങ്ങിന് എന്താ, ഈ B2 എപ്പോഴും ഈ പോർഷനായിട്ട് മാത്രമേ കോണ്ടാക്ട് വരുന്നുള്ളൂ, B1 എപ്പോഴും ഈ പോർഷനായിട്ട് മാത്രമേ കോണ്ടാക്ട് വരുന്നുള്ളൂ. അപ്പൊ എന്തോരം കറങ്ങിയാലും എന്താ സംഭവിക്കുക, ഇത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പോയിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, DC കറണ്ട് മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ. പക്ഷേ സ്ലിപ്പ് റിങ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് മാറി മാറി വരും. അതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടും. ഓക്കെ, ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. DC in the portion of the B1 എന്ന ബ്രഷ് എപ്പോഴും എന്തായിരിക്കും, കോണ്ടാക്ട് വിത്ത് the portion of the armature that moves upward, and second brush B2 is always in contact with the portion of the armature that moves downward. അപ്പോൾ മുകളിലേക്കുള്ള ഭാഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് B1 എന്ന ബ്രഷിന് കോണ്ടാക്ട് താഴത്തേക്ക് കറങ്ങുമേ കേട്ടോ. എന്താ, താഴത്തേക്ക് പോകുന്ന ഭാഗമായിട്ടാണ് B2 എന്ന ബ്രഷിന് കോണ്ടാക്ട് ഉള്ളത്. As they result, we get DC in the external circuit even though AC is induced in the armature. ആർമേച്ചറിൽ AC ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നെങ്കിലും ഈ ഒരു അറേഞ്ച്മെന്റ് സ്പ്ലിറ്റ് റിങ്സ് വെച്ചതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എന്താ കിട്ടുള്ളൂ, പുറത്തേക്ക് DC ആയിട്ടേ കിട്ടുള്ളൂ. ഇവിടെ ആർമേച്ചറിൽ ഓക്കെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ സ്പ്ലിറ്റ് റിങ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. മറ്റേത് രണ്ട് ഫുൾ റിംഗ് ആണ്. ഓക്കെ, ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്പ്ലിറ്റ് റിങ്സ്, ഈ സ്പ്ലിറ്റ് റിങ് ഉള്ളത് കൊണ്ടാണ് ഈവൻ ദോ ഈ ആർമേച്ചറിൽ AC കറണ്ട് ആണ് വന്നതെങ്കിലും നമുക്ക് പുറത്തേക്ക് DC കറണ്ട് കിട്ടാനുള്ള മെയിൻ കാരണം ഈ സ്പ്ലിറ്റ് റിങ്ങിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ആ റിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി നോർത്ത് സൗത്ത് പോളുണ്ട്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അവിടെ സ്ലിപ്പ് റിങ്സ് ആയിരുന്നു, ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് റിങ് ആണ് മാത്രം. അപ്പൊ അങ്ങനെ DC കറണ്ട് തന്നെ ജനറേറ്ററിനെ പറയുന്ന പേരാണ് DC ജനറേറ്റേഴ്സ്. ഓക്കെ, ഇതുപോലെ നോക്കിയാൽ DC മോട്ടറും DC ജനറേറ്ററിന്റെ ഫിഗർ നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ DC മോട്ടറിന്റെ കാര്യം പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെ. സെയിം വർക്കിംഗ് തന്നെയാണ് DC മോട്ടറിനും DC ജനറേറ്ററിനും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഫിഗർ കഴിഞ്ഞ ചാപ്റ്ററിലെ ഫിഗർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് നമ്മുടെ DC മോട്ടറിനും ഉള്ളത്. എന്താണ്, പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് DC എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പഠിച്ചു, മോട്ടറിൽ പഠിച്ചു. അത് ആക്ട് ആസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, എന്താണ്, പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ താഴെ നോക്കി, നമ്മൾ DC കറണ്ട് ആണെങ്കിൽ എന്താ പ്രത്യേകത പറഞ്ഞത്, DC കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നടക്കുള്ളൂ അല്ലെ. ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. AC കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ DC കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ ഒരു സൈഡിലേക്ക് മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. AC കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്തിരിക്കും. പക്ഷെ DCയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. എന്താണ് പറയുന്നത്, അതേപോലെ ഡയറക്ഷൻ ഓഫ് ദ കറണ്ടും എന്താ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ പോവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കതേക്ക് ആ AC കറണ്ടിന്റെ ബാറ്ററി, DC ബാറ്ററിയുടെ ജനറേറ്റർ DCയുടെ വേവ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ കറണ്ടിന്റെ പൾസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ അത് നോക്കാം. ഇതിന്റെ EMF ആണ് കൊടുത്തത് കേട്ടോ, ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ കാര്യമാണ് കൊടുത്തത്. അപ്പൊ EMFന്റെ പൾസ് എങ്ങനെയാണ്, ഇതിന്റെ പൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് EMF obtained from an AC generator, അതുപോലെ ഒരു ബാറ്ററി ആൻഡ് DC ജനറേറ്റർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. EMFന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് വന്നിട്ട് ഇത് ഏതിന്റെ EMF ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം ഗ്രാഫിൽ നിന്ന്. എന്താണ്
നമ്മൾ ഇന്നലെ വരച്ച ഗ്രാഫിന് ഈക്വൽ ആയിട്ടുള്ള ഗ്രാഫാണല്ലേ. ഇവിടെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുക, ഇത് പോസിറ്റീവ് വശം, ഇത് നെഗറ്റീവ്, ഇത് 0. ഇതെന്താണ്? ഇതാണ് ഒരു AC ജനറേറ്റർ. ഒരു AC കറണ്ടിന്റെ പൾസ് ഇങ്ങനെയായിരിക്കും വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ്, ഒരു സൈക്കിളിൽ ഹാഫ് പോസിറ്റീവ് ആയിരിക്കും, ഹാഫ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഈ പൾസ് തന്നെ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. AC-ക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് നമ്മൾ അടുത്ത് നോക്കുന്നത്? അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് DC ബാറ്ററി. DC ബാറ്ററി ആണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് ഡയറക്ഷൻ, ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ, ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ, ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ, വീണ്ടും പോസിറ്റീവ് വരും, വീണ്ടും നെഗറ്റീവ് വരും. അപ്പോൾ എന്താണ്, എപ്പോഴും നമ്മുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ബാറ്ററി DC ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് DC എങ്ങനെയാന്ന് നോക്കാം. അത് എന്തായിരിക്കും? അത് ഇങ്ങനെ ഒരു സ്റ്റഡി വേവ് ആയിരിക്കും. എന്താ, ഇത് 0, ഇത് പ്ലസ്, ഇത് മൈനസ്. ഇതാണ് ആക്സിസ്. ഇങ്ങനെ പോണൊരു സ്റ്റഡി വേവ് ആയിരിക്കും നമ്മുടെ എന്ത് DC ബാറ്ററി. നമുക്കുണ്ട് ജനറേറ്റർ അല്ല, DC ബാറ്ററിയിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഒറ്റ ഡയറക്ഷനിൽ പോണേ, പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം പോണ ഒരു എന്താണ് ഒരു പൾസ് ആയിരിക്കും നമുക്ക് DC ബാറ്ററിയിൽ നിന്ന് കിട്ടാം. ഇതൊരു സ്മൂത്ത് കർവ് എന്ന് പറയാം അല്ലേ. ഇതിന് വേരിയേഷൻ ഒന്നുമില്ല. എന്താണ്, ഒരു സ്മൂത്ത് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ DC ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ആണ് കിട്ടുന്നത്. ഇനി DC ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. DC ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ബാറ്ററി ഉണ്ടോ, ബാറ്ററി തന്നെ വേവാണ്. ബാറ്ററി നമുക്ക് DC ജനറേറ്റർ തന്നെ വേവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DC ജനറേറ്ററിൽ ഈ താഴത്തെ എന്താവില്ല ഡയറക്ഷൻ എന്തായിരിക്കും, ഒറ്റ ഡയറക്ഷൻ ഉണ്ടാവും, പോസിറ്റീവ് ഡയറക്ഷന് മാത്രമായിരിക്കും. അതേപോലെ തന്നെ ആ വേവ് അപ്പം എങ്ങനെയായിരിക്കും, അടുപ്പിച്ചുള്ള വേവ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ DC ജനറേറ്റർ തന്നെ വേവ് എന്ന് പറയുന്നത്. എന്താ, EMF ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. EMF ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്ന പറയാൻ കാരണം എന്താ, ഇവിടെ EMF ഇൻക്രീസ് ചെയ്യുന്നു, EMF ഡിക്രീസ് ചെയ്യുന്നു, EMF ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ല. ഈ EMF-നും ഇൻക്രീസും ഡിക്രീസും ഉണ്ടാവും. പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും, ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമാണ് ഈ വേവ് പോകുന്നത്. പക്ഷെ AC-ക്ക് എന്താണ്, AC-ക്ക് എന്താണ് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ആയിരിക്കും. അതേപോലെ തന്നെ EMF ഇൻക്രീസും ഉണ്ടാവും, ഡിക്രീസും ഉണ്ടാവും അല്ലേ. AC-യുടെ വേവ് എങ്ങനെയാണ് പഠിച്ചത്, താഴത്തേക്ക് പോകും. എന്നാൽ അതിൻ്റെ അടുത്ത് എന്താ, ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ EMF ഇങ്ങനെ പൊങ്ങി താന്ന് പോകാൻ എന്ത് പറയാം, EMF-നും ഇൻക്രീസും ഡിക്രീസും ഉണ്ടാവും. പക്ഷെ നമ്മുടെ DC ജനറേറ്ററിൽ ഡയറക്ഷൻ സെയിം ആയിരിക്കും. EMF ഇൻക്രീസും ഡിക്രീസും ചെയ്യുമെങ്കിലും ഡയറക്ഷൻ സെയിം ആയിരിക്കും. AC-ലാണെന്നുണ്ടെങ്കിൽ EMF ഇൻക്രീസും ഡിക്രീസും ചെയ്യുകയും ചെയ്യും, ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ വേവ് നിങ്ങൾ ഓർത്ത് വെക്കണം. AC ജനറേറ്ററിൻ്റെ, DC ജനറേറ്ററിൻ്റെ. പിന്നെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു DC ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്മൂത്ത് കർവ് ആയിരിക്കും കേട്ടോ. വേരിയേഷൻ ഒന്നും കാണിക്കില്ല. എന്താണ്, EMF ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യില്ല. EMF സ്റ്റഡി ആയിരിക്കും. EMF ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. EMF-ന് ഒരു ഇൻക്രീസും ഡിക്രീസും കാണുന്നുണ്ടോ? ഇല്ല. EMF എന്താ, ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു EMF ആയിരിക്കും നിങ്ങൾക്ക് ഈ ബാറ്ററി DC-യിൽ കിട്ടുക. DC ബാറ്ററിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അപ്പം നമ്മൾ എന്താ കണ്ടത്, ജനറേറ്ററിൻ്റെ കാര്യം കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നിങ്ങളെ ഫിഗർ നോക്കിയിട്ട് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷന്റെ കാര്യം പറയാം. ഇപ്പൊ ഒരു സോഫ്റ്റ് അയൺ കോർ. ഇതാണ് നമ്മുടെ സോഫ്റ്റ് അയൺ കോർ. ഈ സോഫ്റ്റ് അയൺ കോറിൽ നമ്മൾ എന്താ ചുറ്റിയിട്ടുണ്ട്, കോപ്പർ വയർ നമ്മൾ രണ്ടറ്റത്തും ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോപ്പർ വയർ. കോപ്പർ വയറോട് ചുറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് രണ്ടറ്റത്ത് നമ്മൾ കുറച്ച് കോപ്പർ വയർ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തേനു, ഒരു സ്വിച്ച്, ബാറ്ററി ഒരു സ്വിച്ച് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തേനു. ഫസ്റ്റ് സെക്ഷന് നമ്മളൊരു ബാറ്ററി ഒരു സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്തേനു. സെക്കൻഡിൽ എന്താ പറയുന്നത്, ഈ സെക്കൻഡ് അതിൽ നമ്മളൊരു ബൾബായിട്ടാണ് കണക്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ ബൾബ്, നമ്മൾ ബൾബായിട്ട് കണക്ട് ചെയ്തത്. സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, കോപ്പർ വയർ രണ്ടറ്റത്തും ചുറ്റി വെച്ചാണ്. ഫസ്റ്റ് സെക്ഷന് നമ്മളൊരു സ്വിച്ച് വഴി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തത്. സെക്കൻഡിന് നമ്മളൊരു ബൾബായിട്ട് കണക്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മൾ ഇതിനെ ഫസ്റ്റ്
ഈ കോയിലിനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഓക്കെ, ഫസ്റ്റ് ഇരിക്കുന്ന കോയിലിനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. സെക്കൻഡ് ഇരിക്കുന്ന കോയിലിനെ പറയുന്നതാണ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. ഓക്കെ, ഇത് സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ. ഓക്കെ, ഇത് ബൾബ്, ബൾബിന്റെ സിമ്പിൾ ആണ്. ഇത് ബാറ്ററി, ഇത് സ്വിച്ച്. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓണും ഓഫും ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ സ്വിച്ചിനെ ഓണും ഓഫ് ആക്കി കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് കാണാൻ സാധിക്കും? ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ സ്വിച്ചിനെ ഓണും ഓഫ് ആക്കി, ഈ സ്വിച്ച് ഇങ്ങനെ ഓണും ഓഫ് ആക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ബൾബ് തെളിഞ്ഞ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഈ നമ്മളിതിനെ കുറേ നേരം ഓൺ ആക്കി വെക്കാന്ന് വയ്ക്കുക. ഈ സ്വിച്ച് നിങ്ങൾ ഓൺ ആക്കി വെച്ചു, ബൾബ് വന്ന് കത്തും, പിന്നെ ബൾബ് കത്തില്ല. ഓക്കെ, പിന്നെ ബൾബ് ഓഫായി. പിന്നെ നമ്മളെന്താ വീണ്ടും ഓഫായിട്ട് ഓണാക്കുമ്പോൾ മാത്രമേ ബൾബ് കത്തുള്ളൂ. ഓണാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ബൾബ് കിട്ടും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ചെയ്തുകൊണ്ടിരുന്ന ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തും. പക്ഷെ ഒരു പ്രാവശ്യം ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് കത്തും, പെട്ടെന്ന് തന്നെ ബൾബ് കെട്ടും, പിന്നെ ബൾബ് കത്തില്ല. അപ്പം അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. Magnetic flux is formed around the soft iron core when current is passed through the coil. അല്ലേ, ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈ കോയിലിലൂടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ? ബാറ്ററിയാണ് അല്ലേ. ഈ കോയിലിലൂടെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കും അല്ലേ. മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ പ്രൈമറി കോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തരാം. The coil into which we give current for the production of magnetic field is the primary coil, and the coil in which induced EMF is generated is the secondary coil. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ഈ കോയിലിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി, ഈ കോയിലിലേക്കാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്നത്, ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇത് സ്വിച്ച് പോയി കാണുമ്പോൾ കറണ്ട് ഈ കോയിലിൽ വരും. പ്രൈമറി കോയിലാണ് വന്നത്. ഈ കോയിലിൽ കറണ്ട് വരുമ്പോൾ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ, ഈ കോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം ഈ സെക്കൻഡറി കോയിലിൽ നമ്മൾ കറണ്ട് ഒന്നും കൊടുക്കുന്നില്ല അല്ലേ. ഈ സെക്കൻഡറി കോയിലിൽ കറണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം എന്ത് സംഭവിക്കും? ഈ കോയിലിനും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് ഈ ബൾബ് കത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോയിൽ നമ്മൾ വേറെ ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ബൾബ് കത്താൻ കാരണം എന്താണ്? നമ്മൾ ഈ ഫസ്റ്റ് കോയിലിൽ കൊടുത്ത കറണ്ട് എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് കോയിലിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? ഈ സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യും. ഓക്കെ, ഈ സെക്കൻഡറി കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് എന്താണ് കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുമെന്ന് പഠിച്ചു? നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുമെന്ന് പഠിച്ചു. അങ്ങനെ ഈ കോയിലിലെ കറണ്ട് കൊണ്ട് ഈ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ ബൾബ് കത്തുന്നത്. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇതിന് ശരിക്കും ഒരു സോഴ്സ്, ഇലക്ട്രിസിറ്റി സോഴ്സ് ഇല്ല. പക്ഷെ ബൾബ് കത്തുന്നത് എന്തുകൊണ്ടാണ്? മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ വഴി. എന്താ? ഈ പ്രൈമറി കോയിലിൽ കറണ്ട് കൊണ്ട് അപ്പം എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യും. അതുകൊണ്ട് ഈ സെക്കൻഡറി കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മളിവിടെ കത്തിച്ചാൽ ബൾബ് തെളിയും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ. അപ്പോൾ നമ്മൾ കറണ്ട് ഏത് കോയിലിനാണോ കറണ്ട് കൊടുക്കണേ ആ കോയിലിനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഇനി ആ കറണ്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഒരു EMF ഇത് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം ആ കോയിലിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. അതാണ് ആ ബോക്സിൽ തന്നിട്ടുള്ളത്. The coil into which we give current for the എന്തിനാ കറണ്ട് കൊടുക്കണേ? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഏത് കോയിലാണോ പ്രൊഡ്യൂസ് ചെയ്യണേ ആ കോയിലിനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. തൊട്ട് അടുത്ത് എന്താ? EMF ഇതിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിലിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രൈമറി കോയിൽ എന്താ, സെക്കൻഡറി കോയിൽ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞു എന്താണ്? Can you suggest a method by which can be brought in the magnetic flux without switching on and off continuously? അല്ലേ, ഞാൻ പറഞ്ഞു ഈ സ്വിച്ച് ഓണും ഓഫ് ആക്കിക്കൊണ്ടിരുന്നാലാണ് നമ്മുടെ ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഓണും ഓഫ് ആക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തുള്ളൂ. കാരണം എന്താണ്? നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് DC കറണ്ടാണ്. ഓക്കെ, DC കറണ്ട് ആയതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഓണും ഓഫും ചെയ്യേണ്ടി വരുന്നത്.
നമ്മൾ ഈ ഓണും ഓഫ് ചെയ്യാണ്ട് ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തണമെങ്കിൽ എന്ത് മാറ്റം വരുത്തിയാൽ മതി? ഇവിടെ AC കറണ്ട് കൊടുത്താൽ മതി. അതെന്താ? അപ്പോൾ ഓൾറെഡി ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അല്ലേ? AC കറണ്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്രയും നേരം കൊടുത്ത DC കറണ്ടാണ്, അതുകൊണ്ടാണ് ഈ ബൾബ് നമുക്ക് ഓണും ഓഫും ആക്കേണ്ടി വന്നത്, കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ വേണ്ടിയിട്ട്. DC കറണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ, അതാണ് നമ്മൾ ഓണും ഓഫ് ആക്കി കൊണ്ടിരിക്കേണ്ടത്. പക്ഷെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് രണ്ട് ഡയറക്ഷനിലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് DC കറണ്ടിന് പകരം നമ്മൾ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ തുടങ്ങും. ഓക്കെ. AC passes through the primary. A varying magnetic field is formed in and around the soft iron core. The secondary is situated in this varying magnetic field. This situation is similar to the moving of a magnet inside the secondary coil. അപ്പോൾ എന്താ പറയുക, നമ്മൾ AC കറണ്ട് കൊടുക്കുമ്പോൾ എന്താ ഇവിടെ ഉണ്ടാവുക? AC കറണ്ട് എന്ന് പറഞ്ഞാൽ വേരിയിങ് കറണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ കറണ്ട് കൊടുക്കുമ്പോൾ AC കറണ്ട് കൊടുക്കുമ്പോൾ ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ. എന്താണ് ഈ വേരി ആയിട്ടുള്ള എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്. AC കറണ്ട് കൊടുക്കണമെങ്കിൽ എന്ത് ഫീൽഡ് ഉണ്ടാവുക? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോറിന്റെ ചുറ്റും ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് എവിടെയാണ്? ഈ പ്രൈമറി കോയിലിന്റെ ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഒരു ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ടാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ തുടങ്ങും. അതാണ് നിങ്ങളോട് തന്നിട്ടുള്ളത്. ഓക്കെ. The flux change produced in the secondary coil induces an EMF field അല്ലേ? അപ്പോൾ ഇവിടെ വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ കോയിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ കണ്ടക്ടർ കയറ്റി ഇറക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ഒരു കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാഗ്നറ്റ് കയറ്റി ഇറക്കുകയും ചെയ്തതോടെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വന്നു. ആ സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ആവും. എന്താ? അപ്പോൾ ഈ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഈ കോയിലിൻ്റെ ഈ കോയിലിൽ പാസ് ചെയ്യുന്ന കറണ്ട് കൊണ്ട് നമ്മുടെ ഈ കോയിലുള്ള ബൾബ് കത്തുന്നു. ഓക്കെ. അപ്പം അങ്ങനെയുള്ളൊരു ഫിനോമിനൻ പറയുന്ന പേരാണ് എന്തെന്ന്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതെന്താണ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കൺസിഡർ 2 coils of wire kept side by side. എന്താണ്? 2 കോയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. വയറിൻ്റെ 2 കോയിൽ, ഇതാണ് ഒരു കോയിൽ, ഇതാണ് ഒരു കോയിൽ. കെപ്റ്റ് സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ അടുത്തായിട്ട് ഒന്ന് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുകയാണ്. When strength or direction of the current in one coil changes, magnetic flux around it changes. എന്താണ്? ഡയറക്ഷൻ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത്, ഈ കോയിലിൻ്റെ സ്ട്രെങ്ത് മാറാൻ, ഡയറക്ഷൻ മാറാന്ന് വെച്ചാൽ AC കറണ്ട് അപ്ലൈ ചെയ്യാൻ അർത്ഥം. AC കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? കറണ്ട് ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പം അങ്ങനെ മാറുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സും മാറും അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സും വേരിയിങ് ആവും. അതിൻ്റെ റിസൾട്ടായിട്ട്, അതിൻ്റെ ഫലമായിട്ട് ഒരു EMF ഈ സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. എന്താണ്? ഇൻഡ്യൂസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. അങ്ങനെ ഈ പ്രൈമറി കോയിലിൽ കറണ്ടിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഈ കോയിലിൽ ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ബൾബ് കത്തുന്നുണ്ട്. കാരണം എന്താണ്? ഈ കോയിലിൽ കൊടുത്ത കറണ്ടിന്റെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഈ കോയിലിലേക്ക് നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ബൾബ് കത്താനുള്ള കാരണം. അപ്പം ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ. ഈ ട്രാൻസ്ഫോമർ ഒക്കെ എന്താണ്? ഈ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് ഓർത്തിരിക്കും കേട്ടോ. ട്രാൻസ്ഫോമർ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ് നമ്മുടെ ട്രാൻസ്ഫോമർക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ വായിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ട്രാൻസ്ഫോമറിന് ഞാൻ പറഞ്ഞു, ഈ ഇതിൻ്റെ ബേസിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ട്രാൻസ്ഫോമർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.